പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവഭയത്തിലെ വിശുദ്ധിയെ തേയ്ക്കുന്നതിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇന്നലെയും സാഗ് ബേർ തൻ്റെ സന്ദേശത്തിൽ നമ്മളെ വിശുദ്ധിയെ തികച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ആ നിലയിലുള്ള എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രയും വേഗം തിരുത്തി നമ്മൾ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മളെ വിശദമായിട്ട് കേൾക്കുകയായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലാണ് നമ്മൾ അങ്ങനെ വിശുദ്ധിയെ തികച്ചു പോയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന കർത്താവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. 12-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കവലുടയന്മാരത്രേ. 8-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? നമ്മുടെ പിതാവാണ് ദൈവം. അപ്പോൾ തന്നെ ആ പിതാവായ ദൈവം മക്കളായതുകൊണ്ട് മക്കളെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ അയൽപക്കത്തെ കുട്ടിയെ കുറിച്ച് ഇങ്ങേ വീട്ടിലെ വീട്ടുടയവന് ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെയല്ല. സ്വന്തം മകനാകുമ്പോൾ, സ്വന്തം മക്കളാകുമ്പോൾ അവർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും. അതിനാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബാലശിക്ഷയിലൂടെ നമ്മൾ കടന്നു പോകാതെ ഇരിക്കണം. അഥവാ കടന്നുപോയാൽ അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ എടുത്ത് നമ്മൾ എത്രയും വേഗം നമ്മളെ തന്നെ കറക്റ്റ് ചെയ്ത് ദൈവം ആഗ്രഹിച്ച ആ നിലയിൽ നമ്മൾ മടങ്ങി വരണം. ഈ ബാലശിക്ഷകളെ ദൈവത്തിന്റെ ഒരു വിരോധമായിട്ടല്ല, ദൈവത്തിന്റെ ഒരു പക തീർക്കലായിട്ടോ ഒന്നുമല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് എന്തായിട്ടാ? തൻ്റെ സ്നേഹത്തിന്റെ ശിക്ഷണമായിട്ട് നമ്മൾ കാണണം. കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അതിന്റെ അർത്ഥം തെറ്റ് ചെയ്യാതിരുന്നാൽ സ്നേഹിക്കാൻ വേണ്ടി അപ്പൻ രാവിലെ വിളിച്ചേടാ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, അതിന്റെ അതിന്റെ തെളിവായിട്ട് 4 അടി പിടിച്ചോ എന്ന് ഒരപ്പനും പറയുകയില്ല. പിന്നെ എന്താ? ആ സ്നേഹമുള്ളപ്പോൾ തന്നെ അവന്റെ ആത്യന്തിക നന്മ ഉള്ളിൽ കരുതുമ്പോൾ അവൻ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവനെക്കുറിച്ച് വെച്ചിട്ടുള്ള ചില പ്രമാണങ്ങളിൽ നിന്ന് അവൻ വ്യതിചലിച്ചാൽ അവനെ ശിക്ഷിക്കും. ആ ശിക്ഷ സ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷയായിട്ട് ആ മകൻ തിരിച്ചറിഞ്ഞതിന് കീഴ്പ്പെട്ട് എൻ്റെ പിതാവായതുകൊണ്ടാണ് എന്നെ ശിക്ഷിച്ചത് എന്നതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അവിടുത്തെ മക്കളെന്നുള്ള നിലയിൽ അവിടുത്തെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം, അവിടുത്തെ വിശുദ്ധിക്കനുസരിച്ച് ജീവിക്കണമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 നമ്മൾ കുഞ്ഞുങ്ങളോടുള്ള നിലയിൽ മിക്കപ്പോഴും സൺഡേ സ്കൂളിലും ഒക്കെ പറയുന്നതാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാണ്. അല്ലാതെ ദൈവത്തിന്റെ സഭയിലെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുന്ന വേലക്കാരല്ല, മറിച്ച് ദൈവത്തിന്റെ മക്കളാണ്. ആ മക്കളായതുകൊണ്ട് മക്കൾ എന്ത് വേണം? യോഹന്നാൻ 1:18 നമ്മൾ കാണുന്നത് കർത്താവ് മകനായിരുന്നു, യേശു കർത്താവ് മകനായിരുന്നു. ആ യേശു കർത്താവ് മകനായതുകൊണ്ട് എന്ത് ചെയ്തു? താനെ തൻ്റെ പിതാവിനെ തൻ്റെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ചത് എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് നമ്മൾ ദൈവമക്കളാകുന്നതിനെ കുറിച്ച് 1:12 നമ്മൾ വായിച്ചിട്ട് 1:18 നമ്മൾ വായിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കും. അപ്പോ യേശു ഏകജാതനായ പുത്രനായിരുന്നു പിതാവിന്റെ. അവിടുന്ന് എന്ത് ചെയ്തു?
ഏകജാതനായ പുത്രനായതുകൊണ്ട് താന് പിതാവിനെ വെളിപ്പെടുത്തി. നമ്മളും പുത്രന്മാരാണ്. നമുക്കറിയാമല്ലോ, യേശു ആ നിലയിൽ ഏകജാതനായ പുത്രനായിരുന്നു. എന്നാൽ അവിടുന്ന് കാൽവരി ക്രൂശിൽ ആ രക്ഷണ വേല പൂർത്തിയാക്കി നമുക്കൂടെ രക്ഷയുടെ വാതിൽ തുറന്നു തന്നപ്പോൾ, നമുക്കൂടെ അവനെ കൈക്കൊണ്ട് അവന്റെ മക്കളായി തീരാനുള്ള അവകാശം തന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് എന്തായി തീർന്നു? ഏകജാതൻ ആദ്യജാതനായി തീർന്നു. നമ്മളും ഇളയ സഹോദരങ്ങളായി തീർന്നു. അപ്പോ ഏകജാതനായ പുത്രനായ യേശു തന്റെ പിതാവിനെ എങ്ങനെ വെളിപ്പെടുത്തിയോ അതേപോലെ തന്നെ നമ്മളും അവിടുത്തെ മക്കളായതുകൊണ്ട് ഈ ഏകജാതൻ ആദ്യജാതനായി, ആദ്യജാതന്റെ ഇളയ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ നമ്മളും ഈ ഏകജാതൻ പിന്നീട് ആദ്യജാതനായ യേശുവിനെ പോലെ നമ്മളും എന്ത് വേണം? നമ്മളും ദൈവത്തെ തന്നെ വെളിപ്പെടുത്തണം. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അത് വിശുദ്ധിയാണ്. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും ഒക്കെ നമ്മൾ ഇന്നലെയും ആ കാര്യം ചിന്തിക്കുകയുണ്ടായി. ദൈവം പരിശുദ്ധൻ 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 എന്നാണ് നിത്യതയിലെ പാട്ട്. അപ്പോ ആ നിലയിൽ ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മളും എന്തു വേണം? അവിടുത്തെ മക്കളെന്നുള്ള നിലയിൽ നമ്മളും വിശുദ്ധരായിരിക്കണം. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം ബാലശിക്ഷ തരും. അത് സ്നേഹത്തിന്റെ അടയാളമായിട്ട് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് സ്വീകരിച്ച് നമ്മൾ ക്രമപ്പെടുത്തണം. എന്നാൽ അങ്ങനെ നമ്മൾ ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ നമുക്ക് കഴിയണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നമുക്ക് പരിചിതമായ വാക്യങ്ങൾ. ഗലാത്യർ 6-ന്റെ 7-8 വാക്യങ്ങൾ എന്താ? അവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ പാപം ചെയ്താൽ, നമ്മൾ വിശുദ്ധമായി ജീവിക്കേണ്ട നമ്മൾ തെറ്റിലകപ്പെട്ടാൽ നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഒരുവൻ വിതയ്ക്കുന്നത് കൊയ്യും എന്നാണ് നമ്മളവിടെ കാണുന്നത്. എന്താ? തെറ്റ് വിതച്ചാൽ അതിൽ നിന്ന് നാശം കൊയ്യും. വിതയ്ക്കുന്നത് കൊയ്യും. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ്, ഒരു യൂണിവേഴ്സൽ ലോയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. അതുപോലെ തന്നെ ആ വിതച്ചതിന്റെ ഫലം നമ്മൾ കൊയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെപ്പോഴും പഴയ നിയമഭക്തനായ ദാവീദിനെ കുറിച്ച് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. 2 ശമൂവേൽ 11-ാം അധ്യായത്തിലാണ് ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ ആ രംഗം വിവരിച്ചിരിക്കുന്നത്. 2 ശമൂവേൽ 11-ാമത്തെ അധ്യായം. ആ 11-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും മോശപ്പെട്ട ഒരു സംഭവം. 51-ാം സങ്കീർത്തനം, അതിനെ തുടർന്ന് ദാവീദിന്റെ ആ നിലയിലുള്ള മാനസാന്തരത്തിന് ശേഷം താൻ രചിച്ചതാണ്. നമുക്ക് ഇതെല്ലാം അറിയാം. എങ്കിലും നമ്മൾ ഇപ്പോൾ ചിന്തിച്ച ഈ ബാലശിക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ വേഗത്തിൽ അതൊന്ന് നോക്കി നമുക്ക് കർത്തൃമേശയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ അവിടെ എന്താ കാണുന്നത്? 2 ശമൂവേൽ 11-ന്റെ 1-ാമത്തെ വാക്യം. അവിടെ പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും യുദ്ധത്തിന് അയച്ചു. എന്നിട്ട് അവിടെ കാണുന്നു, ദാവീദോ യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. കണ്ടോ? ദാവീദ് രാജാവെന്നുള്ള നിലയില് താൻ എന്ത് വേണമായിരുന്നു? ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത് താന് മുൻപിൽ പോകണമായിരുന്നു. അതിനു പകരം താന് മാനസികമായിട്ട് ഒരു അലസത വന്നു, അല്ലെങ്കിൽ ഒരു വിശ്രമം എടുത്തു കളയാം എന്ന് താനെ വിചാരിച്ചു, അല്ലെങ്കിൽ താന് തന്റെ കടമ അവഗണിച്ചു. തന്റെ ഉത്തരവാദിത്വം ഒരു രാജാവെന്നുള്ള നിലയിൽ എല്ലാവരെയും യുദ്ധത്തിന് പറഞ്ഞയച്ചിട്ട് താൻ തന്നെ അവിടെ രാജധാനിയിൽ സുഖമായിട്ട് ഉറങ്ങുകയും, അങ്ങനെ ഉറങ്ങിയെന്നാണ് നമ്മൾ പിന്നീട് വായിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ, ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. അതെന്താ സന്ധ്യക്ക് മെത്തയിൽ നിന്ന് എഴുന്നേക്കുന്നത്? സന്ധ്യ കഴിയുമ്പോൾ മെത്തയിലോട്ട് കിടക്കുകയല്ലേ വേണ്ടത്? അപ്പൊ കണ്ടോ എത്ര അലസമായിട്ടാണ് ആ സമയങ്ങൾ ദാവീദ് ചെലവഴിച്ചത്. പകല് സന്ധ്യയിലും കിടന്നുറങ്ങി, ഇവരെല്ലാം യുദ്ധത്തിന് പോയി.
തീർച്ചയായിട്ടും ദാവീദിന്റെ ജീവിതത്തില് താന് വളരെ വിഷമകരമായ ഒട്ടേറെ കാര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ശൗല് അവനെ കൊല്ലാനായിട്ട് ഓടിച്ചപ്പോൾ പലയിടത്തും ജീവനും കയ്യിലെടുത്ത് പിടിച്ചാണ് പല സ്ഥലങ്ങളിലേക്ക് ഓടി 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 പോവുകയും യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട ഒരു 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 ഭൂതകാലം തനിക്കുണ്ട്. ആ കഷ്ടപ്പെട്ട ഭൂതകാലത്തിൽ നിന്ന് ഒടുവിൽ ദൈവം ഇതാ രാജസ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരികയും ഇസ്രായേൽ മുഴുവൻ തന്നെ രാജാവായിട്ട് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്ന് നമുക്ക് തോന്നത്തക്കവണ്ണം ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് തന്റെ കടമകള് ഇനിയിപ്പോ കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കാം എന്നുള്ള മട്ടിൽ കടമകള് മറന്ന് താന് എല്ലാവരും യുദ്ധത്തിന് പോയപ്പോൾ വീട്ടിൽ സന്ധ്യയ്ക്കും കിടന്നുറങ്ങുകയും പിന്നെ മാളികയെ മേൽ ഉലാവിക്കൊണ്ട് തന്റെ കണ്ണുകളെ നിയന്ത്രിക്കാതെ ചില കാര്യങ്ങള് ബേശേബ ആ സംഭവം അതേ തുടർന്നാണ് ഉണ്ടാകുന്നത്. അവിടെ ഊരിയാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഊരിയാവ് ഈ ദാവീദ് രാജാവിനെയും തന്റെ ആ നിലയിലുള്ള രാജ്യത്തെയും സംരക്ഷിക്കാനായിട്ട് യുദ്ധമുന്നണിയിൽ പോയി കഷ്ടപ്പെടുന്ന ഒരു സോൾജിയറാണ്. ആ സൈനികൻ അവൻ യുദ്ധമുന്നണിയിൽ കഷ്ടപ്പെടുമ്പോൾ അവന്റെ ഭാര്യ ബത്ശേബയെ തന്റേതായ താല്പര്യത്തിനായിട്ട് ഉപയോഗിച്ചതും ഒക്കെയാണ് നമ്മളവിടെ കാണുന്നത്. ഈ കാര്യം തന്റെ ജീവിതത്തിലെ ഉണ്ടാകാനുള്ള കാര്യം എന്താ? അതിനുള്ള കാരണം അതിന്റെ 11-ാം വാക്യത്തിൽ നമുക്ക് അതിലേക്ക് ഊരിയാവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കൊരു സൂചന കിട്ടുന്നുണ്ട്. ഊരിയാവ് അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്. നമുക്ക് ഈ സംഭവം അറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ഞാനത് വിശദീകരിക്കുന്നില്ല. എങ്കിലും ആർക്കെങ്കിലും ഓർമ്മ കിട്ടാതിരിക്കുന്നെങ്കിൽ ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറയുന്നു. ഊരിയാവ് യുദ്ധമുന്നണിയിൽ പോയപ്പോ ഈ ഊരിയാവിന്റെ ഭാര്യ ബത്ശേബയുമായിട്ട് ദാവീദ് ആ നിലയില് തെറ്റായ നിലയിൽ ബന്ധപ്പെടുകയും അവള് ഗർഭിണിയായി തീരുകയും ചെയ്തു. ഉടനെ തന്നെ ദാവീദ് എന്ത് ചെയ്തു? ഊരിയാവിനെ യുദ്ധമുന്നണിയിൽ നിന്ന് തിരികെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വീട്ടിൽ പോയി ഭാര്യയുടെ കൂടെ കഴിയുക എന്നൊക്കെ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷെ വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോ ഊരിയാവ് എന്ത് ചെയ്തില്ല? വീട്ടിൽ പോയില്ല. അവൻ യുദ്ധമുന്നണിയിൽ നിന്ന് വന്നവനാണ്. അതുകൊണ്ട് ആ യുദ്ധമുന്നണിയിലെ ആ ഒരു ജാഗ്രത അവൻ അത് പുലർത്തി. അവൻ രാജാവ് തന്റെ അരമനയിൽ വിളിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ വീട്ടിലേക്ക് പൊക്കോന്നൊക്കെ പറഞ്ഞു വിട്ടെങ്കിലും ഊരിയാവ് എന്ത് ചെയ്തില്ല? ഊരിയാവ് സ്വന്തം വീട്ടിൽ പോയി വിശ്രമം എടുത്തില്ല. ഭാര്യയോടൊപ്പം സുഖമായിട്ട് താമസിക്കാനുള്ള ആ സാധ്യത താൻ വിട്ടുകളഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ കാരണമാണ് 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഊരിയാവ് വീട്ടിൽ പോകാതെ അവിടെ രാജധാനിയിൽ തന്നെ മറ്റ് പടയാളികളോടൊപ്പം രാജധാനിയുടെ വാതിക്കൽ കിടന്ന് ഉറങ്ങി. ഊരിയാവ് വീട്ടിൽ പോയില്ല എന്ന് പിറ്റേ ദിവസം ദാവീദ് മനസ്സിലാക്കി. ദാവീദ് ഊരിയാവിനോട് ചോദിക്കുന്നു, നീ യാത്രയിൽ നിന്ന് വന്നവനല്ലേ, നീ നിന്റെ വീട്ടിൽ പോകാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് ഊരിയാവ് പറയുന്നു. ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ യജമാനനായ യോവാബും, അതായത് ആ പട്ടാള മേധാവി യോവാബും യജമാനന്റെ ഭൃത്യന്മാരും വെളിംപ്രദേശത്ത് പാളയം ഇറങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോടുകൂടെ കഴിയാനും ഞാൻ വീട്ടിൽ പോകുന്നു. നിന്റെ ജീവനാണ്, അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. നോക്ക്, കേവലം ഒരു പടയാളിയായിട്ടും ഊരിയാവിന് തന്റെ രാജ്യത്തോടും ജനത്തോടും ഒക്കെയുള്ള കമ്മിറ്റ്മെന്റ് ഈ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. താന് രാജാവ് തന്നെ പറഞ്ഞ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ പെട്ടകവും മറ്റു എന്റെ പടയാളികളും എന്റെ പട്ടാളത്തിന്റെ തലവൻ യോവാബും ഒക്കെ യുദ്ധമുന്നണിയിൽ കഷ്ടപ്പെടുമ്പോ ഞാൻ വീട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ രാജധാനിയിലെ മറ്റ് ഭൃത്യന്മാരോടൊപ്പം രാജകൊട്ടാരത്തിന്റെ ആ വാതിക്കല് എവിടെയോ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് പിറ്റേന്ന് ഇവന് ഇതെല്ലാം ചിന്തിക്കുന്നത് കൊണ്ടായി ഇതൊക്കെ വീട്ടിൽ പോകാതെ ഈ വാതിക്ക കിടന്ന് ഉറങ്ങുന്നത്.
അതുകൊണ്ട് ഇവന് നല്ലപോലെ മദ്യം കൊടുത്ത് ഇവന്റെ മാനസിക നിലയെ ഒന്ന് മാറ്റിക്കളയാം എന്ന് വിചാരിച്ച് ദാവീദ് പിറ്റേന്ന് എന്തോ ചെയ്തു? ഊരിയാവിനെ വീണ്ടും വിളിച്ചു. വീണ്ടും വിളിച്ചിട്ട് അവനെ ലഹരി പിടിപ്പിച്ചു എന്നാണ് നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അവൻ ദാവീദ് അവനെ ഭക്ഷിപ്പിച്ച് പാനം ചെയ്യിപ്പിച്ച് ലഹരി പിടിപ്പിച്ച് എന്നിട്ടും പറഞ്ഞു വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോ ലഹരിയുടെ പുറത്താകുമ്പോ ഇതൊന്നും ആലോചിക്കുകയല്ല, പതുക്കെ അങ്ങ് വീട്ടിൽ പൊക്കോളും എന്നായിരുന്നു ദാവീദ് വിചാരിച്ചത്. ഓക്കെ, ദാവീദിനെ നമ്മള് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരെന്ന് വിളിച്ചത് തെറ്റായി പോയോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകുന്ന ആ നിലയിലുള്ള കരുനീക്കങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ അധ്യായം വായിക്കുമ്പോൾ ദാവീദിനെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ ആ നിലയിലുള്ള മതിപ്പുകളും താണുപോകുന്ന ഒട്ടേറെ കണക്കുകൂട്ടലുകളും ഒരു സാധാരണക്കാരന്റെ പെരുമാറ്റങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയും ഈ ഊരിയാവിനെ തന്റെ വീട്ടിലേക്ക് ബേത്ശേബയുടെ അടുത്തേക്ക് വിടണം. അതിനുവേണ്ടി താൻ ശ്രമിച്ചു. പക്ഷേ ആദ്യ ദിവസം പോയില്ല. രണ്ടാമത്തെ ദിവസം ലഹരി പിടിപ്പിച്ചു. എന്നിട്ടും ഊരിയാവ് പോയില്ല. ഊരിയാവ് താൻ വിചാരിച്ചു, എന്റെ സൈനികര് യുദ്ധക്കളത്തിൽ ബന്ധപ്പെടുമ്പോൾ ഞാന് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു കമ്മിറ്റ്മെന്റ്. ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? പിന്നെ ഊരിയാവിനെ ദാവീദ് തന്നെ അവന്റെ കയ്യിൽ തന്നെ ഒരു എഴുത്ത് കൊടുത്തയക്കും. ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ദാവീദ് കൊടുത്തയച്ച എഴുത്ത് കൊണ്ടുപോയപ്പോ ഊരിയാവ് എന്ന് വിചാരിച്ചു, ഇതിൻ്റെ അകത്ത് എന്തോ എഴുതിയിരിക്കുന്നു എന്ന് വിചാരിച്ച് അത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ എന്തൊരു ആഘാതമായിരിക്കും ഈ ഊരിയാവിനുണ്ടാകുന്നത്. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? യോവാബേ, ഈ എഴുത്തും കൊണ്ട് വരുന്ന എന്റെ എഴുത്തും കൊണ്ട് വരുന്ന ഈ ഊരിയാവിനെ ഉണ്ടല്ലോ, അവനെ അവിടെ പട ഏറ്റവും മുറുകിയിരിക്കുന്ന അവിടെ എവിടെയെങ്കിലും നിർത്തി അവനെ എങ്ങനെങ്കിലും കൊന്നേക്കണം. സ്വന്തം മരണവാറണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്വസ്തനായ ഊരിയാവ് അത് തുറന്നു നോക്കാതെ നേരെ കൊണ്ടുവന്ന് യോവാബിന്റെ കയ്യിൽ കൊടുത്തു. യോവാബ് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. അതായത് രാജാവ് കൊല്ലുന്ന രാജാവാ, ഈ മന്ത്രി എന്താ കൊല്ലുക മാത്രമല്ല കൊന്നവനെ തിന്നുകൂടെ ചെയ്യുന്നവനാ മന്ത്രി. രാജാവിന് പറ്റിയ മന്ത്രി എന്ന് പറഞ്ഞതുപോലെ യോവാബ് പറ്റിയ ഒരാളായിരുന്നു. യോവാബ് അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെ ഇവനെ ആ യുദ്ധമുന്നണിയിലെ ഏറ്റവും വാള് വന്ന് ആളുകളെ നശിപ്പിക്കാവുന്ന ഒരു സ്ഥാനത്ത് ഊരിയാവിനെ നിർത്തി. പട മുറുകി വന്നപ്പോൾ ബാക്കിയുള്ളവരെയും കൊണ്ട് താൻ പിൻവലിഞ്ഞു. ഊരിയാവ് കൊല്ലപ്പെട്ടു. നമ്മളത് വായിച്ചു പോകുമ്പോൾ നിങ്ങൾ സമയമുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ചിരിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഇതൊന്ന് വായിച്ചാൽ നല്ല ഒരു ചില ഭാഗങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഈ യോവാബിന്, ഈ മന്ത്രിക്ക് ഈ രാജാവിൻ്റെ A to Z അറിയാവുന്ന ആളാണ്. ഈ ഊരിയാവും മറ്റ് ചില പടയാളികളും കൊല്ലപ്പെട്ടു. ആ വാർത്ത യുദ്ധമുന്നണിയിൽ നിന്ന് യോവാബ് ഒരാളോട് പറഞ്ഞയക്കുക, രാജാവിനെ അറിയിക്കാൻ. അന്നേരം എന്താ പറയുക? അന്നേരം യോവാബ് ഒരു ഭാവനയിൽ പറയുക, നീ ചെന്ന് ദാവീദ് രാജാവ് അരമനയിലിരിക്കുന്ന ദാവീദ് രാജാവിനോട് ചെന്ന് പറയും, ദാവീദ് രാജാവേ, ഇന്നലത്തെ യുദ്ധത്തിൽ കുറച്ചുപേര് കൊല്ലപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ രാജാവ് ഉടനെ ഇങ്ങനെ പറയും. എങ്ങനെ പറയും? രാജാവ് പറയും, യോവാബിനോട് യോവാബ് എന്നെ പണിയായി കാണിച്ചത്. അങ്ങനെ യുദ്ധം മുറുകിയിരിക്കുമ്പോൾ അത്രയും ശത്രുക്കളുടെ മതിലിനോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാമോ? അവിടെ നിന്നൊരു സേഫായ ഒരു ഡിസ്റ്റൻസ് പാലിക്കണ്ടേ? പണ്ട് ഓർക്കുന്നില്ലേ, അവിടെ പണ്ട് ചിലര് പട്ടുപോയ ഒരു രംഗം, അതിന്റെ 21-ാമത്തെ വാക്യം, യെരുബ്ബേശത്തിന്റെ മകനായ അബീമേലെക്കിനെ കൊന്നതാ. ഇത് ഏതിലെ രംഗമാണ്? ഇത് പഴയ ഒരു രംഗമാണ്. അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 50 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദാവീദ് ഈ പരാമർശിക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എന്താ സംഭവം? അബീമേലേക്ക് എന്ന് പറഞ്ഞ ആള് താന് ആ മതിലിനോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്തു. മതിലിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് പാലിച്ച് വേണമായിരുന്നു നിന്ന് അമ്പയ്യാനും ഒക്കെ. പക്ഷെ താൻ കുറച്ചുകൂടെ അടുത്ത് ചെന്നപ്പോ ആ മതിലിന്റെ മേളിൽ നിന്ന് ശത്രുക്കളുടെ രാജ്യത്തെ ഒരു സ്ത്രീയെ ഒരു തിരികല്ലിന്റെ പിള്ള ഈ അബീമേലെക്കിന്റെ തലയിൽ ഇട്ടു. തലയെ പൊട്ടി ചത്തുപോയി. ഈ ഒരു സംഭവം പഴയ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ യുദ്ധത്തിലെ ഒരു രംഗമൊക്കെ എടുത്ത് ദാവീദ് പറയും, നിന്നോട് ദേഷ്യപ്പെടും.
ഇതാര് പറഞ്ഞയക്കുക? യോവാബ് ഈ ഈ വാർത്ത അറിയിക്കാൻ പോകുന്ന ആളിനോട് പറയുക, നീ അവിടെ ചെന്ന് രാജാവേ ഇന്നലെ കുറച്ചുപേര് കൊല്ലപ്പെട്ടു പോയി എന്ന് പറയുമ്പോ ദാവീദ് രാജാവ് ചൂടായി നിന്നോട് പറയും, യോവാബ് നീയും ഒക്കെ എന്തിനാ അത്രയും അടുത്ത് നിന്ന് യുദ്ധം ചെയ്തത്? അതുകൊണ്ടല്ലേ അത്രയും പേര് കൊല്ലപ്പെട്ടു പോയത്? ഓർക്കുന്നില്ലേ? പണ്ട് അബീമേലെക്കിന്റെ തലയിൽ ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള എടുത്തിട്ട് തലയോട് പൊട്ടിച്ച് അറിഞ്ഞൂടെ? ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾ കണക്ക് കൂട്ടി ചെയ്യണ്ടേ? അങ്ങോട്ട് അടുത്ത് ചെല്ലാം. ഞാനോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും ഇവരെ എങ്ങനൊന്നും ചെയ്യുകയില്ലായിരുന്നു. ചുമ്മാ അത് കെട്ടഴിച്ച് വിട്ടേക്കുന്നു. യോവാബ് എന്തോ എന്നൊക്കെ പറഞ്ഞ് രാജാവ് ഇങ്ങനെ നിന്നോട് പ്രസംഗിക്കുന്നുടനെ ഈ പ്രസംഗം നിർത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നീ ഉടനെ കയറി പറഞ്ഞേക്കണം, രാജാവേ കുറച്ചുപേര് മരിച്ചു, ആ കൂട്ടത്തിൽ ഊരിയാവ് എന്നൊരാളും മരിച്ചു എന്ന് പറഞ്ഞാൽ രാജാവ് ഉടനെ ഈ പ്രസംഗം എല്ലാം നിർത്തും. ഓക്കെ. ഈ യോവന് ദാവീദിന്റെ രീതികൾ അറിയായിരുന്നു. നോക്ക എത്ര ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരെന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്ന ഈ ദാവീദ് തന്റെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി എത്ര തന്ത്രപരമായിട്ടും ബുദ്ധിയായിട്ടും, ബുദ്ധി എന്ന് പറയുന്നത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലിട്ടാണ് ബുദ്ധി എന്ന് പറയുന്നത്, ഒക്കെയാണ് പെരുമാറുന്നതെന്ന് ഓർക്കുക. പക്ഷേ ഇതെല്ലാം കണ്ട ദൈവം എന്ത് ചെയ്തു? ദൈവം ഈ നാഥാൻ പ്രവാചകനെ അവന്റെ അടുത്തേക്ക് അയക്കുന്നു. 12-ാമത്തെ അധ്യായത്തില് നമ്മൾ ആ കാര്യമാണ് കാണുന്നത്. അവിടെ തുടങ്ങുന്നത് തൊട്ടു മുമ്പ് 11:27 അവസാന ഭാഗം. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ഊരിയാവ് കൊല്ലപ്പെട്ടു. തുടർന്ന് ഊരിയാവിന്റെ ഭാര്യയായ ബത്ശേബയെ തന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. ഈ ചെയ്തത് ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുന്നു, അനന്തരം അതിന്റെ തുടർച്ചയായിട്ട് ദൈവം എന്ത് ചെയ്തു? നാഥാനെ അയച്ചു. നാഥാൻ ചെന്ന് ദാവീദിനോട് സംസാരിക്കുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒടുവിൽ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ഒരു അനുതാപത്തിലേക്ക് വന്നു. തെറ്റുപറ്റിപ്പോയി. സുഖമായിട്ട് ഇവിടെ താമസിച്ചതിലാണ് കുഴപ്പം പറ്റിയത്. യുദ്ധകാലത്ത് സ്വന്തം കടമ മറന്ന് രാജാവ് യുദ്ധത്തിന് പോകാതെ വീട്ടിൽ നിന്നു. എന്നിട്ട് അലസനായി മെത്തയിൽ കിടന്നു. സന്ധ്യയ്ക്കും കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എണ്ണീറ്റ് രാജധാനിയിലൂടെ ഉലാവിക്കൊണ്ടിരുന്നപ്പോ അലഞ്ഞു തിരിയുന്ന കണ്ണുകളെ നിയന്ത്രിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. തനിക്ക് സ്വാഭാവികമായി അലസതയുടെ ഭാഗമായിട്ട് തന്റെ ഒരു സുഖാന്വേഷണം ഒക്കെ തന്നെ ഈ വലിയ തെറ്റിലേക്ക് കൊണ്ടുവന്നു. നോക്കുക, എങ്ങനെയാണ് ഒരു വലിയ തെറ്റിലേക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു ഊരിയാവെന്ന് പറഞ്ഞ ഒരു സാധാരണ പടയാളിക്ക് ഉണ്ടായ കമ്മിറ്റ്മെന്റ് പോലും ഈ രാജാവിനുണ്ടായില്ല. അതിന്റെ ഫലമായിട്ട് അവൻ വലിയ ഒരു പാപത്തിൽ വീണു. നമ്മൾ ഓർക്കണം, ഈ ദാവീദ് രാജാവ് ഇതൊക്കെ ഉള്ള കാലത്തും എന്തുണ്ട്? ഈ 10 കൽപ്പനകളുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ വായിച്ചു വരുമ്പോൾ ദാവീദിന് ഇതൊന്നും അറിയലായിരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. മോശെ അതിനൊക്കെ മുമ്പ്, എത്രയോ നാള് മുമ്പ് 10 കൽപ്പനകള് ഇസ്രായേലിന് കൊടുത്തതാ. ആ കൂട്ടത്തിലുണ്ട് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നൊക്കെ കൊച്ചുനാൾ മുതൽ പഠിച്ച ദാവീദാ. എന്നിട്ട് ആ കൽപ്പനകള്, എത്ര കൽപ്പനകളാണ് ഇവിടെ ലംഘിച്ചത് നോക്കുക. പ്രിയമുള്ളവര്, നമ്മളെ ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന അണക്കെട്ടിലെ ഒരു കല്ല് അടർന്നു പോയാൽ പിന്നെന്ത് ചെയ്യും? ആ വെള്ളം അതിലൂടെ വന്ന് ആ മതിൽ മുഴുവൻ തകർത്ത് ആ വെള്ളം മുഴുവൻ ചെന്ന് സമുദ്രത്തിൽ ചെന്നാലേ അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ഒരു കൊച്ചു കൽപ്പന ലംഘിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നിൽക്കണം. ഇത് ദൈവത്തിന്റെ ഹിതത്തിനെതിരാണ്, ദൈവത്തിന്റെ വിശുദ്ധിക്ക് ചേർന്നതല്ല. ഞാൻ അവിടുത്തെ മകനാണ്. മകൻ എന്നുള്ള നിലയിൽ ഞാൻ എന്ത് വേണം? പിതാവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കണം. ഇതൊക്കെ വിചാരിച്ച് അവിടെ ആ തുടക്കത്തിൽ തന്നെ താന് ദാവീദ് നോ എന്ന് തന്റെ കണ്ണുകളോടും തന്റെ ഹൃദയത്തോടും പറഞ്ഞിരുന്നെങ്കിൽ ഈ കൽപ്പനകള്, മോശ വഴി കൊടുത്ത കൽപ്പനകളൊന്നും ലംഘിച്ച് ഈ നിലയിലായി പോകാൻ ഇടയാകുമായിരുന്നില്ല. എന്നാൽ അലസതയിൽ, സുഖാന്വേഷണത്തിൽ, സ്വന്തം കടമ മറന്നു കളഞ്ഞതിൽ ഒക്കെ ദാവീദ് അങ്ങനെ പടിപടിയായിട്ട് വീണു വലിയ തെറ്റിലേക്ക് പോകുന്നു. നാഥാൻ അവിടെ വന്ന് ദാവീദിനോട് ഈ കാര്യം നേരിട്ട് സംസാരിക്കുന്നു.
ഒടുവിൽ ദാവീദ് അത് സമ്മതിക്കുന്നു. പക്ഷേ അവിടെ കണ്ടോ, നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് നാഥാൻ പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ നീ വിതച്ചത് നീ കൊയ്യും എന്നുള്ള കാര്യം പറയുകയാണ്. അവിടെ അതിന്റെ 12-10 വാക്യത്തിൽ വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. ഈ ഒരു സംഭവത്തോടെ ദാവീദിന്റെ കുടുംബത്തെ വാള് വിട്ടുമാറാതിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. താഴോട്ട് അതിന്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്, ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് രണ്ടാമത്തെ ഒരു കാര്യം, ഈ ബേശേബയിൽ ഉണ്ടായ കുഞ്ഞ് മരിക്കുകയും ചെയ്യും. 14 വാക്യത്തിൽ ആ കുഞ്ഞ് മരിക്കുകയും ചെയ്യും. രണ്ട് കാര്യങ്ങൾ നേരിട്ട് ഉണ്ടാകത്തക്കവണ്ണം നാഥാൻ പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ദാവീദ് താൻ എന്ത് ചെയ്തു? താൻ അനുതപിച്ചു. എങ്കിലും താൻ വിതച്ചത് താൻ കൊയ്യുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അടുത്ത അധ്യായങ്ങളിലൊക്കെ ഈ കാര്യമാണ് കാണുന്നത്. 13-1 വാക്യം. ഈ സംഭവം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അധ്യായം ആരംഭിക്കുന്ന കണ്ടോ, അതിന്റെ ശേഷം സംഭവിച്ചത് എന്ന് പറഞ്ഞ് അബ്ശാലോം എന്ന് പറഞ്ഞ ദാവീദിന്റെ മകൻ തന്റെ സഹോദരനായ അബ്നോൻ എന്ന് പറഞ്ഞ മറ്റൊരു രാജകുമാരനെ കൊല്ലാനിടയായ രംഗത്തെക്കുറിച്ച് വിവരിക്കുക 13 അധ്യായത്തിൽ. അപ്പോ അതിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ ഈ 12-നെയും 13-നെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ശേഷം സംഭവിച്ചത്. ഏതിന്റെ ശേഷം? ദാവീദ് ഈ തെറ്റുകൾ ചെയ്തു, വലിയ കുറ്റം ചെയ്തു. താൻ അനുതപിച്ചെങ്കിലും തനിക്കുള്ള ബാലശിക്ഷയും താൻ വിതച്ചത് കൊയ്യും എന്ന് നാഥാൻ പറഞ്ഞതും ഒക്കെ ചേർത്ത് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ആ 12-ന്റെ തുടർച്ചയാണ് 13-ൽ ഈ സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇവിടെ ഇതാ 13 തുടങ്ങുന്നത് അതിന്റെ ശേഷം സംഭവിച്ചത് എന്നാണ്. കണ്ടോ, ദൈവവചനത്തിൽ ഓരോ വാക്കും വള്ളിയും ഒക്കെ വളരെ കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാ ഈ ചരിത്രമല്ലേ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മള് ഇതിൽ നിന്നൊക്കെ പാഠമെടുക്കാൻ വേണ്ടിയാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളിലേക്ക് വഴുതി പോകാതെ, ദൈവമകനാണ്, അതുകൊണ്ട് എൻ്റെ പിതാവിന്റെ വിശുദ്ധി ഞാൻ പാലിക്കും എന്നുള്ള ഒരു നിലപാട് നമുക്കുണ്ടാകണം. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ കൂടെ കണ്ടിട്ടാണ് ഈ BC ഉണ്ടായ ഈ സംഭവങ്ങളൊക്കെ ഇത്ര സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ആട്ടെ, എന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇവിടെ എന്താ ഉണ്ടായത്? രണ്ട് കാര്യങ്ങളാ. നീ വിതച്ചത് കൊയ്യും. നാഥാൻ ആ കാര്യങ്ങളാ പറയുന്നത്. നിനക്ക് ദൈവത്തിന്റെ ബാലശിക്ഷ ഉണ്ടാകും. ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിനെ തുടർന്ന് ഓരോന്നോരോന്നായിട്ട് സംഭവിക്കുക. രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നാഥാൻ പറഞ്ഞു. ഒന്ന്, വാള് നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല. രണ്ട്, നിനക്ക് ബേശേബയിൽ ഉണ്ടായ ആ കുഞ്ഞ് മരിച്ചു പോകും. ഇത് രണ്ടും സംഭവിക്കരുതെന്നായിരുന്നു ദാവീദിന്റെ ആഗ്രഹം. ബേശേബയിൽ തനിക്കുണ്ടായ ആ കുഞ്ഞ് ജീവിച്ചിരിക്കണം. ദൈവമേ, ഞാൻ അനുതപിച്ചല്ലോ, കുഞ്ഞിനെ നീ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ദാവീദ് ഉപവാസത്തോടെ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. നിങ്ങൾ സമയമുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ദാവീദ് യഥാർത്ഥത്തിൽ പശ്ചാത്തപിച്ചു, അനുതപിച്ചു. പക്ഷേ താനെ വിതച്ചത് താനെന്ത് വേണം? കൊയ്യണം. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ വിശ്വാസഗോളത്തിൽ വളരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ ഒരു ദുർബല നിമിഷത്തില് പഴയ ഒരു കൂട്ടുകാരനെ കണ്ടു, അവന് വിളിച്ചു, അവന്റെ കൂടെ പതുക്കെ അവനോടൊപ്പം വർത്തമാനം പറഞ്ഞു. അവൻ പതുക്കെ കാറെ കയറ്റിക്കൊണ്ട് ഒരിടത്ത് ചെന്നു. അപ്പൊ പറഞ്ഞു, എന്റെ കൂടെ ഒന്ന് വാ. അപ്പൊ പറഞ്ഞു, ഞാൻ വലിയ വിശ്വാസിയാ, നീ പറയുന്ന, നമ്മള് പണ്ട് പട്ടാളത്തിൽ ഉണ്ടായിരുന്നപ്പോ ഒന്നിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ നല്ല വിശ്വാസിയാ, CFCയിലെ അംഗമാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് ഈ ആള് പറഞ്ഞതാ. പക്ഷെ കൂട്ടുകാരനാരാ? കൂട്ടുകാരൻ പറഞ്ഞു, നീ കുടിക്കുമൊന്നും വേണ്ടടാ, എന്റെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുകയല്ലേ, നീ വന്ന കസേരയിലൊന്നും ഇരി, അപ്പൊ ഞാൻ കുടിച്ചോളാം, നീ പച്ചവെള്ളം മാത്രം കുടിച്ചാൽ മതി. പച്ചവെള്ളം കുടിക്കരുതെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നീ വന്ന് എന്റെ അടുത്തൊന്ന് ഇരുന്നാ മതി. അത് ശരിയാണല്ലോ. ഉടനെ ഇദ്ദേഹം എന്തോ ചെയ്തു? ഇദ്ദേഹം ഇത് വെറുതെ ഭാവനയാണ്, ഇത് ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊന്നുമല്ല, ദയവായിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കല്ലേ. ഭാവന വെറുതെ ഒരു കഥ പറയേ. ഇദ്ദേഹം കൂടെ ചെന്ന്
ഈ ആളിനോടൊപ്പം ബാർ ഹോട്ടലിലെ അടുത്ത കസേരയിൽ ഇരുന്നു. അപ്പോൾ തന്നെ വെയിറ്ററോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് പച്ചവെള്ളവും എനിക്ക് മദ്യവും. അങ്ങനെ കാര്യങ്ങൾ നടന്നു. ഈ ആള് പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്നു. അന്നേരം മറ്റേ ആള് പറഞ്ഞു, വർത്തമാനവും രണ്ടുപേരും കൂടെ പണ്ടുണ്ടായിരുന്നതും പഴയ ചരിത്രങ്ങളൊക്കെയാ പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്തൊരു കുഴപ്പം ഇദ്ദേഹത്തിന് തോന്നിയില്ല. പക്ഷെ അങ്ങനെ പോയപ്പോ ഈ കൂട്ടുകാരൻ പറഞ്ഞു, എടാ വേണ്ട നല്ല പൊറോട്ടയും ചിക്കനും ഒക്കെ കൊണ്ട് വെച്ചേക്കുന്നു, അത് നിനക്കൊന്ന് കഴിച്ചാലെന്താ? അപ്പൊ പറഞ്ഞു, ഇല്ലില്ല ഞാൻ കഴിക്കുകയില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ പൊറോട്ടയും ചിക്കനും കഴിക്കുന്നത്? നീ കുടിക്കണ്ട, ഇത് കഴിച്ചാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിയാണല്ലോ, അത് ശരിയാണല്ലോ. അപ്പൊ ശരി. അപ്പൊ അതൊക്കെ അതെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോ എന്ത് പറ്റി? ഭാവനയാണ്. അപ്പൊ ഒരു എല്ല് പെട്ടെന്ന് ഈ ഈ ഈ വിശ്വാസിയായ സഹോദരന്റെ തൊണ്ടയിൽ കുടുങ്ങി. തൊണ്ടയിൽ കുടുങ്ങിയപ്പോ, അയ്യോ ഇത് ഇറങ്ങിപ്പോണമല്ലോ, എന്തെങ്കിലും വെള്ളം കൊണ്ടുപോയോ എന്ന് പറഞ്ഞു. ഉടനെ മുമ്പിൽ കണ്ട ഗ്ലാസ് താൻ വായിലേക്ക് ഇടാൻ പറ്റി. കള്ള് ഷാപ്പിലെ വെള്ളമില്ലല്ലോ, അവിടത്തെ വെള്ളം എന്ന് പറയുന്നത് വെയിറ്റർ ഉടനെ കൊണ്ടു കൊടുത്തത് കൊണ്ടുപോയോ എന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന വേറൊരു കുപ്പി മദ്യമാണ് കൊണ്ടുവച്ചത്. ആ വിഷമത്തിൽ, തൊണ്ടയിൽ എല്ല് കുരുങ്ങിയ ആ വിഷമത്തിൽ അദ്ദേഹം പെട്ടെന്ന് എടുത്ത് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോൾ ഏതായാലും കുടിച്ചു, എന്നാ പിന്നെ നീ ഇനി ഇതുകൂടെ തീർക്കെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് അദ്ദേഹം ഇതിലേക്ക് പോയി എന്നാണ് കഥ. ഇത് വെറും കഥയാണ്. ഈ കഥ പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാ? കുഞ്ഞുങ്ങളെ പ്രതിയാ പറയുന്നത്. ഏത് 1-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യം പറയാൻ വേണ്ടിയാണ് നമ്മള് അത് വിശദമാക്കാൻ വേണ്ടി സാധാരണ പറയുന്ന കഥയാണ്. ഇവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഇങ്ങനെ ഒരു കഥ പറയാനൊരു പ്രാഗൽഭ്യം ഭാവിയിൽ എപ്പോഴെങ്കിലും ഉണ്ടായാൽ ഇത് ഉപയോഗപ്പെടുത്താം. എന്താ അവിടെ ഉണ്ടായത്? 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുത്. ഈ ദുഷ്ടൻ ആയ പഴയ കൂട്ടുകാരൻ പറഞ്ഞു, എന്താ നീ എന്റെ കൂടെ വാ, വെറുതെ എന്റെ കൂടെ വാ, നമുക്ക് വർത്തമാനം പറയാം. അവന്റെ ആലോചന അന്നേരം കേൾക്കരുതായിരുന്നു, അവിടെ വെച്ച് തന്നെ നോ പറയണമായിരുന്നു. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്നു. അവസാനം ബാർ ഹോട്ടൽ കണ്ടപ്പോ ആ വഴിയിൽ വണ്ടി നിർത്തി. പാപിയുടെ വഴിയിൽ നിൽക്കരുത് എന്ന 2-ാമത്തെ കാര്യം. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്. എന്നിട്ട് ഇദ്ദേഹം എന്തോ പറഞ്ഞു, നീ അവിടെ എത്ര നേരം ഒറ്റയ്ക്ക് നിൽക്കൂ, ഇവിടെ ഇരിക്കെ. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു. കണ്ടോ, ഓരോന്നായിട്ടാ വരുന്നത്. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്നു, പാപിയുടെ വഴിയിൽ നിന്നു, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു. അവസാനം എന്ത് സംഭവിക്കും? അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണ പൊട്ടിയാൽ വെള്ളം സമുദ്രത്തിലേക്ക് ചെന്ന് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ. നോക്കുക, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാൽ പാപിയുടെ വഴിയിൽ നിൽക്കും, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കും. എന്നിട്ട് അവനും എന്തായി പോകും? തെറ്റിലേക്ക് വീണുപോകും. അങ്ങനെ തെറ്റിലേക്ക് വീണുപോയി. ഈ നിലയില് ഉള്ള കാര്യങ്ങൾ സംഭവിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ നോക്കുക, ഇവിടെ തന്നെ ഓരോന്നോരോന്നായിട്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാലും, അല്ലെങ്കിൽ വിശ്വാസിയായ ഒരാൾ തെറ്റിലേക്ക് വീണുപോയി, വഴുതിപ്പോയി എങ്കിലും അവൻ എന്ത് വേണം? അവൻ അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായി കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും. നമ്മൾ ഈ പറഞ്ഞ കഥ തന്നെ വേഗം വിതയ്ക്കുന്നത് കൊയ്യും എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആ കഥയ്ക്ക് വേറൊരു രൂപഭാവം നൽകട്ടെ. ഈ നമ്മളിപ്പോ ചിന്തിച്ച ഈ കഥയിലെ ആള്, വിശ്വാസിയായ ആള്, ഈ പഴയ കൂട്ടുകാരന്റെ കൂടെ കൂടി ഏതായാലും ഇങ്ങനെ ആയിപ്പോയി, എന്നാ പിന്നെ ഇനി അവന്റെ കൂടെ അങ്ങ് പഴയ മട്ടി ജീവിച്ചു കളയാമെന്ന് പറഞ്ഞ് ഒരു 10 കൊല്ലം ആ നിലയില് അങ്ങനെ അങ്ങ് കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിൽ പോയി. രാവിലെ ഉണരുമ്പോ ബാർ ഹോട്ടലിലേക്ക്, വൈകുന്നവരെ അവിടെ ഇരിക്കുന്നു, സന്ധ്യയ്ക്കും അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. ഇങ്ങനെ നിരന്തരം മദ്യപാനത്തിൽ വീണുപോയി. 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ല ഒരു മാനസാന്തരം ഉണ്ടായി എന്നിരിക്കട്ടെ. നമ്മളിവിടെ ദാവീദിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ നല്ല ഒരു അനുതാപം ഉണ്ടായി. ദാവീദ് അനുതാപം ഉണ്ടായിട്ട് 51-ാം സങ്കീർത്തനം എഴുതി. അങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് സംഭവിച്ചു. ഇദ്ദേഹം തിരിച്ചു വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? അദ്ദേഹം യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടു. സഭയും അദ്ദേഹത്തോട് ക്ഷമിച്ചു. ഇനി അങ്ങനെ ഉണ്ടാകുകയില്ല. താൻ 100% അങ്ങനെ ഉറപ്പിച്ച് ദൈവവും അവനോട് ക്ഷമിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ലിവർ സിറോസിസ്. എന്തുകൊണ്ടാ?
ഈ 10 കൊല്ലം രാപ്പകലും മദ്യപിച്ചതിന്റെ അനന്തരഫലമാണ്. വിതയ്ക്കുന്നത് കൊയ്യും. ദൈവം ക്ഷമിച്ചു. നമ്മൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിച്ചു. പക്ഷെ നമ്മള് ആ നിലയിൽ പാപത്തിൽ ഉല്ലസിച്ച് പല വർഷങ്ങൾ അതിന്റെ പിന്നാലെ പോയാൽ അതിന്റെ സ്വാഭാവിക അനന്തരഫലം എന്തുണ്ടാകും? ഈ ആളിനുണ്ടാകും. എന്ന് പറഞ്ഞതുപോലെയാണ് ദാവീദിനുണ്ടായത്. ദാവീദിനോട് പറഞ്ഞു, നീ തെറ്റ് ചെയ്യരുതായിരുന്നു. ഇത്രയും സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയ ആൾ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദാവീദിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നീ എന്ത് ചെയ്യരുതായിരുന്നു? നാഥാൻ പറഞ്ഞു, നീ ഈ തെറ്റിൽ വീഴരുതായിരുന്നു. പക്ഷെ അവൻ ഈ തെറ്റിൽ വീണു. വീണതിൻ കൊണ്ട് എന്തുണ്ടായി? അതിന്റെ അനന്തരഫലമായിട്ട്, വിതച്ചത് കൊയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന ബാലശിക്ഷയുടെ ഭാഗമായിട്ട്, ഒന്ന്, ഈ കുഞ്ഞ് മരിക്കും. ദാവീദ് ഉപവാസത്തോടെ കുഞ്ഞ് മരിക്കരുതേ മരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? കുഞ്ഞ് മരിച്ചു. അപ്പോ പിന്നെ ദാവീദ് അടുത്ത കാര്യമാണ്. രണ്ടാമത് എന്താ? വാൾ നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല. നമ്മളെന്താ കാണുന്നത്? ദാവീദ് അതിനു വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷെ 13-ാം അധ്യായം കണ്ടോ? 13-ാം അധ്യായം നമ്മൾ പറഞ്ഞു എങ്ങനെയാ തുടങ്ങുന്നത്, അതിന്റെ ശേഷം സംഭവിച്ചത്. 12-ല് ഉണ്ടായ ആ സംഭവങ്ങളുടെ തുടർച്ചയായിട്ട് ദാവീദിന്റെ മകനായ അബ്ശാലോം തന്റെ ഒരു സഹോദരൻ അമ്നോനെ കൊന്നു. കൊല്ലാനുള്ള കാരണങ്ങളൊന്നും ഞാൻ വിവരിക്കുന്നില്ല. കൊന്നു എന്ന് തന്നെയല്ല, ദാവീദ് ആദ്യം വിചാരിച്ചത് ഈ അമ്നോനെ മാത്രമല്ല, മറ്റ് രാജകുമാരന്മാരെ മുഴുവൻ പേരെ കൊന്നുകളഞ്ഞു എന്നായിരുന്നു ആദ്യം കിട്ടിയ വാർത്ത. ദാവീദ് ശരിക്കും പരിഭ്രമിച്ചു പോയി. പക്ഷെ അവസാനം മറ്റ് രാജകുമാരന്മാരെ രക്ഷപ്പെട്ടു വന്നു. എങ്കിലും വാൾ നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ദാവീദിന്റെ ഒരു മകൻ തന്റെ മറ്റൊരു മകനെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? 13-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ അമ്നോനെ അബ്ശാലോം കൊല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. അബ്ശാലോമിന്റെ സഹോദരി താമാറിനുമായിട്ടുള്ള ആ തെറ്റായ ബന്ധം കൊണ്ട് അമ്നോനെ കൊന്നതാണ്. അതൊക്കെ നമുക്കറിയാം. എന്നിട്ട് ഈ അബ്ശാലോം പിന്നീട് രാജാവ് ദാവീദ് ഇവനോട് ക്ഷമിച്ച് ഇവനെ തിരികെ കൊണ്ടുവന്നു. തിരികെ കൊണ്ടുവന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അബ്ശാലോം എന്തോ ചെയ്തു? അബ്ശാലോം രാജാവിനെതിരെ, സ്വന്തം പിതാവിനെതിരെ ഒരു ആളുകളെ സ്വാധീനിച്ച് സ്വന്തം പിതാവിനെ ആ രാജകസേരയിൽ നിന്ന് ഇല്ലാതാക്കാനും നശിപ്പിക്കാനും ഉള്ള ശ്രമങ്ങളായി. അതിനുവേണ്ടി രാജാവിന്റെ മന്ത്രി അഹീഥോഫേലിനെ കൂടെ കൊണ്ടുവന്നു. സമയമുള്ളപ്പോൾ ഇത് വായിച്ചു നോക്കിയാൽ ഒത്തിരി നമ്മൾ നടുങ്ങിപ്പോകും. ഏതെല്ലാം രീതിയിലാണ്. രാജാവിന്റെ മന്ത്രിയായിരുന്നു, ദാവീദിന്റെ മന്ത്രിയായിരുന്നു അഹീഥോഫേൽ. അഹീഥോഫേൽ എന്ത് ചെയ്തു? അപ്പനെതിരെ മകൻ തിരിഞ്ഞപ്പോൾ മകന്റെ പക്ഷം ചേർന്ന മകനോടൊപ്പം അബ്ശാലോമിനോടൊപ്പം നിന്നു. അവസാനം അബ്ശാലോം അങ്ങനെ വരുമ്പോ താന് ഒരു കോവർ കഴുതപ്പുറത്ത് കയറി വരുമ്പോ ഇതാ ഒരു കരുവേലകത്തിന്റെ താഴെ ചെന്നപ്പോ അവന്റെ മുടി നീട്ടി വളർത്തുന്നവരായിരുന്നു അബ്ശാലോം എന്നൊക്കെ ചില കരുതുന്നത് ഈ ഒരു കാര്യം കൊണ്ട്. അവന്റെ മുടി എന്തു പറ്റി? ഈ കരുവേലകത്തിൽ കുടുങ്ങിപ്പോയി. കരുവേലകത്തിൽ കുടുങ്ങിപ്പോയി. കോവർ കഴുത അവന്റെ പിന്നിൽ നിന്ന് ഓടിക്കളഞ്ഞു. ഇവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ മുടിയിൽ തൂങ്ങിക്കിടന്നു. യോവാബ് ഇത് കണ്ടെന്ത് ചെയ്തു? അവിടെ ചെന്ന് ഇവനെ ആ നിലയിലെ കൊല്ലാനായിട്ട് ഒരാളോട് പറഞ്ഞ് ആ നിലയില് അവിടെ അബ്ശാലോം കൊല്ലപ്പെടുന്നു. നോക്ക്, അമ്നോൻ കൊല്ലപ്പെട്ടു, ഇപ്പം അബ്ശാലോം കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞും രാജാവ് പ്രായമാകുമ്പോ ഈ രാജസിംഹാസനത്തിന് വേണ്ടിയുള്ള മത്സരം നടക്കുന്നു. അദോനിയാവ് എന്ന് പറഞ്ഞ മറ്റൊരു മകൻ. 1 രാജാക്കന്മാർ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അദോനിയാവ്. അപ്പൊ ആരെ കുറിച്ചൊക്കെ പറഞ്ഞു? അമ്നോനെ കുറിച്ച് പറഞ്ഞു, അബ്ശാലോമിനെ കുറിച്ച് പറഞ്ഞു, അദോനിയാവ്. 3 പേരും നിങ്ങൾ പിന്നീട് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴി ഞാൻ പറയാം. ആയിലാണ് 3ഉം തുടങ്ങുന്നത്. അമ്നോൻ, അബ്ശാലോം, അദോനിയാവ്. ഈ അദോനിയാവ് എന്തോ ചെയ്തു? അദോനിയാവ് പറഞ്ഞു, ഞാനാണ് ഇനി അടുത്ത രാജാവാകുന്നത് എന്ന് പറഞ്ഞ് താന് ശ്രമം നടക്കുന്നു. അതേപോലും ദാവീദ് രാജാവ് ഈ ബേത്ശേബയില്
മരിച്ച കുഞ്ഞിന് പകരമുണ്ടായ ശലോമോനെ രാജാവാക്കാം എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ദാവീദ് ശലോമോനെ രാജാവാക്കി. ശലോമോൻ രാജാവായപ്പോൾ ശലോമോൻ എന്ത് ചെയ്തു? തന്റെ സഹോദരൻ അദോനിയാവിനെ, തനിക്ക് ഈ കസേര കിട്ടരുതെന്ന് വിചാരിച്ച് കരുക്കൾ നീക്കിയ സ്വന്തം സഹോദരൻ അദോനിയാവിനെ കൊല്ലുന്നു. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ് നമ്മൾ കാണുന്നത്. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തില് അദോനിയാവ് നിഗളിച്ചു എന്ന് കാണുന്നു. അതിന്റെ ഫലമായിട്ട് 1 രാജാക്കന്മാർ 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അദോനിയാവ് കൊല്ലപ്പെടുന്നു. കണ്ടോ? ദാവീദിന്റെ കാലഘട്ടത്തിൽ 2 മക്കള് കൊല്ലപ്പെട്ടു. അമ്നോൻ കൊല്ലപ്പെട്ടു, അബ്ശാലോം കൊല്ലപ്പെട്ടു. രാജാവിന്റെ കാലം കഴിഞ്ഞു, ശലോമോന്റെ കാലമായി. അപ്പോഴും വാൾ നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല എന്നുള്ള കാര്യം അപ്പോഴും സംഭവിക്കുകയാണ്. അദോനിയാവ് മറ്റൊരു മകൻ കൊല്ലപ്പെടുന്നു. പിന്നെ ശലോമോന്റെ കഥ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞത് നമ്മള് വിതച്ചത് നമ്മൾ കൊയ്യും. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ എന്തു വേണം? ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ വിശുദ്ധമായി ജീവിക്കുന്നതാണ് നമുക്കും എല്ലാവർക്കും നന്മ. തെറ്റിലേക്ക് പോയാൽ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിട്ടും ദാവീദിന് അത് അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെയും ഇതേവരെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തുക. ഇന്നലെ നമ്മൾ അതൊക്കെ ആ കാര്യം വിശദമായിട്ട് കേട്ടു. എന്നിട്ട് ഇന്നു മുതൽ കർത്താവേ, ഞാൻ തീർച്ചയായിട്ടും ഏത് കാര്യം, ഏറ്റവും കൊച്ചൊരു കാര്യം, യുദ്ധത്തിന് പോകേണ്ടപ്പോ യുദ്ധത്തിന് പോകാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങണം എന്നൊരു ടെംപ്റ്റേഷൻ വന്നാൽ അതിനെ പോലും കൊച്ചു കാര്യമാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുകയല്ല, അതിനെ പോലും ശ്രദ്ധയോടെ നോക്കി. കാര്യം, ഒരു വലിയ അണക്കെട്ട് പൊളിയുന്നത് ഒരു കല്ല് പൊളിയുമ്പോഴാണ് അതിനെ തുടർന്ന് അണക്കെട്ട് മുഴുവൻ പൊളിഞ്ഞ് മുഴുവൻ വെള്ളവും സമുദ്രത്തിൽ ചെന്ന് നിൽക്കാൻ പോകുന്നു. ഒറ്റ കൽപ്പന. അല്ലെങ്കിൽ ഇവർക്ക് നേതൃത്വം കൊടുക്കേണ്ട ആ ഒരു ആള് തന്റെ കണ്ണുകളെ സൂക്ഷിക്കാതെ സന്ധ്യയിൽ നടക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ ഒരു കൽപ്പന ലംഘിച്ചു. തുടർന്ന് അടുത്ത കൽപ്പന നോക്കുക. അങ്ങനെ അവസാനം വാള് അവന്റെ ഗ്രഹത്തെ തന്നെ വിട്ടൊഴിയാതായി. തന്റെ ജീവിതകാലത്ത് തന്റെ മക്കള് കൊല്ലപ്പെടുന്നത് നേരിട്ട് കണ്ടു. അതിന്റെ വിഷമം ദാവീദ് അബ്ശാലോം മരിച്ചപ്പോഴൊക്കെ ദുഃഖിച്ച് നടന്നതിനെ കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ? എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കും. ആ നിലയിലൊക്കെ അങ്ങ് വിലപിക്കേണ്ടി വരുന്ന ആ ഹൃദയവേദന നമ്മൾ ഓർക്കുക. ഓ പ്രിയപ്പെട്ടവരെ, പാപം എപ്പോഴും എന്താ? ദുഃഖമേ കൊണ്ടുവരികയുള്ളൂ. പാപം ദുഃഖമേ കൊണ്ടുവരികയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ബുദ്ധിയുള്ള ഒരാൾ വിശുദ്ധനായിട്ട് ജീവിക്കണം. ഇതാണ് ഈ ചരിത്രത്തിലൂടെയൊക്കെ ദൈവം നമ്മളോട് പറയുന്നു. നമ്മൾ ചെയ്യുന്നതിന് വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇന്നത്തെ മലയാള ഭാഷയിൽ അത് ആരോ കുറച്ചുകൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിതയ്ക്കുന്നത് കൊയ്യുമെന്നല്ല, കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യും എന്ന് ചില കവികളോ ആരാണ്ടാക്കനാക്കിയിട്ടുണ്ട്. നമ്മൾ വിതയ്ക്കുന്നത് വെറും കാറ്റായിരിക്കും വിതയ്ക്കുന്നത്. പക്ഷെ അവസാനം നമ്മൾ കൊയ്യാൻ പോകുന്നത് എന്താ? കൊടുങ്കാറ്റാ കൊയ്യാൻ പോകുന്നത്. വിതയ്ക്കുന്നതല്ല കൊയ്യുന്നത്. ഈ വാക്യത്തെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് ആരോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിതയ്ക്കുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കുക. ഇങ്ങനെ ഗൗരവമായിട്ട് എടുക്കാൻ നമ്മളോട് ദൈവവചനം എത്രയോ ഇടത്ത് പറയുന്നുണ്ട്. 2 വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. ആര് മരിപ്പിക്കണം? ദൈവം ഒരു ഉറക്കത്തിൽ നമ്മുടെ ഇങ്ങനെയുള്ള തെറ്റായ ചിന്തകളെ എല്ലാം മരിപ്പിക്കുമെന്നാണോ? അല്ലെങ്കിൽ സഭയില് ഒരു പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് കൈവച്ച ഉടനെ നമ്മുടെ ഈ ദുർമോഹങ്ങളെല്ലാം മരിക്കുമെന്നാണോ? അങ്ങനെയൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ തന്നേക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ
ഈ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇവയെ മരിപ്പിപ്പി. നിങ്ങൾ തന്നെ ഇത് ചെയ്യണം. ഉത്തരവാദിത്വം ഈ വ്യക്തിക്ക് തന്നെ കൊടുത്തോണ്ടാണ് ഇത് പറയുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള ഒരു വാക്യമാണ്. 5-ന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. തന്നെത്താൻ എന്നുള്ളതിന്റെ അടിയിൽ വരയിടുന്നത് നല്ലതായിരിക്കും. ഇത് വേറൊരാൾ നമുക്ക് വേണ്ടി ചെയ്തു തരികയില്ല. നമ്മളാണ് തന്നെത്താനെ സൂക്ഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മള് ദൈവവചനം ഈ കാര്യങ്ങള് ഉത്തരവാദിത്വം നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യത്തെ ഗൗരവമായിട്ടെടുക്കാം. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിച്ച് കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ 2-ാം ശനിയാഴ്ച നമ്മൾ ചിന്തിച്ച ആ വചനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവഭയത്തിൽ നമ്മൾ വിശുദ്ധിയെ തേക്കണം. ദൈവഭയത്തിൽ ഈ കാര്യങ്ങള് ദാവീദിന്റെ ജീവിതത്തിലും ഒക്കെ സംഭവിച്ച ഈ കാര്യങ്ങള് വിശദമായിട്ട് പറഞ്ഞപ്പോൾ കണ്ടോ, ദൈവം ഈ കാര്യങ്ങളുടെ മേൽ തന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിട്ടും ഇത്രയും സങ്കീർത്തനങ്ങൾ രചിച്ചവനായിട്ടും ഈ കാര്യത്തെക്കുറിച്ച് അനുതാപിച്ചവിട്ടും ഒക്കെയും വിതച്ചത് കൊയ്യാൻ ദാവീദിനെ ദൈവം അനുവദിച്ചു. അല്ലെങ്കിൽ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ ദാവീദിനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമുക്കൊരു വലിയ ദൈവഭയം തരുന്നില്ലേ? തീർച്ചയായിട്ടും ദൈവഭയം നമുക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് ദാവീദിന്റെ ജീവിതത്തിലെ ഈ കാര്യം. ദാവീദിന് ബാലശിക്ഷ കിട്ടി. അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ കുഞ്ഞ് മരിച്ചുപോയി. സ്വന്തം മക്കള് തമ്മിൽ കൊല്ലുന്നതും ഏറ്റുമുട്ടുന്നതും ഒക്കെ കണ്ട് ദുഃഖത്തോടെ താന് അന്ത്യകാലം ജീവിക്കേണ്ടതായിട്ട് വന്നു. തന്റെ മരണശേഷവും മക്കള് തമ്മിൽ ഉള്ള വാള് നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല എന്ന വചനം നിവൃത്തിയായി തന്റെ കാലത്തിന് ശേഷവും മക്കളുടെ കാലത്തും നടക്കുന്നത് നമ്മൾ ചിന്തിച്ചു. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, കാര്യങ്ങളെ ഗൗരവമായിട്ടെടുക്കുക. കൊച്ചു കാര്യമായിട്ടൊന്നിനെ എടുക്കാതെ നോക്കുക. വലിയ ഒരു പാപത്തിൽ ചെന്ന് വീഴുന്നത് കൊച്ചു കൊച്ചു പാപങ്ങളിലൂടെയാണ്. അല്ലെങ്കിൽ കൊച്ചു കൊച്ചു അലസത, കൊച്ചു കൊച്ചു സുഖാന്വേഷണം ഇവയിലൂടെയാണ്. ഇത് മനസ്സിലാക്കാനും ഗൗരവമായിട്ട് നിൽക്കാനും വേണ്ടിയാണ് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ചും നിങ്ങളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാർ പറയും, എടാ എൻ്റെ കൂടെ വന്നാ മതി, നീ അവിടെ നിന്ന് നിന്നാ മതി, നീ അവിടെ നിന്ന് ഇരുന്നാ മതി പറയും. പക്ഷേ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാൽ എന്ത് സംഭവിക്കും? അതിന്റെ സ്വാഭാവികമായ പരിണതി പാപിയുടെ വഴി. അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കും. അതിനെ തുടർന്ന് വലിയ പാപത്തിലേക്കും വലിയ കുഴപ്പത്തിലേക്കും വീണു പോകും. നമ്മള് തുടക്കത്തിൽ തന്നെ ജാഗ്രത ഉണ്ടായിരിക്കുക. നമ്മുടെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി, തന്നെത്താൻ സൂക്ഷിപ്പി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുകയില്ല. ഈ ഉത്തരവാദിത്വം മറ്റാർക്കെങ്കിലും നൽകാൻ ഒക്കുകയില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നന്നായിട്ട് ജീവിക്കുന്നു, അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന കൊണ്ട് അങ്ങനെയല്ല. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഭാര്യ നന്നായി ജീവിക്കുന്നു, അതുകൊണ്ട് അവളുടെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ കാര്യവും നടന്നോളും എന്ന് വിചാരിക്കാനല്ല. മറിച്ച് അവിടെ പറയുന്നത് നീ നിന്റെ അവയവങ്ങളെ മരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. ആരെങ്കിലും ഒരു സഹോദരനെ സഭയെ മുഴുവൻ വഹിച്ചുകൊണ്ട് കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ സഭയെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.